നമസ്തേ ബച്ചോ, ഏവർക്കും ധീരജ് ഹിന്ദി കക്ഷായിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ന്യൂ സരസ്വതി പബ്ലിക്കേഷൻസിൻ്റെ 7ാം ക്ലാസ്സിലെ ഭാഗാഭൂത് എന്ന് പറയുന്ന പാഠമാണ്. പാഠത്തിൻ്റെ പേര് ഭാഗാഭൂത്. ഈ പാഠത്തിൽ അങ്കിത് എന്ന് പറയുന്ന ബാലകൻ തൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് വർണ്ണിക്കുന്നത്. നോക്കാം നമുക്ക് പാഠം എന്താണെന്ന്. मेरी 2 കംസോരിയാം ഹേ, ഹസ്തേ ഹുയെ അങ്കിത് നെ കഹ. എനിക്ക് 2 വീക്ക്നെസ് ആണുള്ളത്, കംസോരി വീക്ക്നെസ്. ഹസ്തേ ഹുയെ അങ്കിത് നെ കഹ, ചിരിച്ചുകൊണ്ട് അങ്കിത് പറഞ്ഞു. മലായി ഔർ മിഠായി, മലായിയും മിഠായിയുമാണ് എൻ്റെ 2 വീക്ക്നെസ്. ജബ് മൈ ചോട്ടാ താ തബ് ജബ് ഭി അമ്മ മിഠായി ബനാക്കർ രഖത്തി മൈ ചുപ്കെ സെ ജാക്കർ ചട്ട് കർ ജാത്ത. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അമ്മ മിഠായികൾ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ മൈ ചുപ്കേസെ, ഞാൻ മിണ്ടാതെ ചെന്നിട്ട്, ആരും അറിയാതെ ചെന്നിട്ട് ചട്കർ ജാത്ത, എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഏക് ബാർ തോ ഗരം ഗരം മിഠായി സെ മേരാ ഗാൽ ഹാത്ത് പൈർ സബ് കുച്ച് ജൽ ഗയാ ഥാ. ഒരിക്കൽ, ഏക് ബാർ ഒരിക്കൽ, ഗരം ഗരം മിഠായി സെ, ആ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി നല്ല ചൂടോടെ വെച്ചിരിക്കുകയായിരുന്നു. ആ ചൂട് പലഹാരം കൊണ്ട് മേരാ ഗാൽ, എൻ്റെ കവിളുകൾ, ഹാത്ത് കൈ, പൈർ കാല്, സബ് കുച്ച് എല്ലാം, ജൽഗയ പൊള്ളിപ്പോയി. ജൽഗയ എന്ന് വെച്ചാൽ കത്തുക എന്നർത്ഥമുണ്ട്, ഇവിടെ പൊള്ളുക. ആജ് ഫി ദാഗ് വൈസാഹിഹെ, ഇന്നും ആ ദാഗ് അടയാളം, വൈസാഹിഹെ അതുപോലെ തന്നെയുണ്ട്. മേരെ ഘർ കെ പാസ് ഏക് മന്ദിർ ഹെ, വഹാം ശങ്കർ നാരായണൻ നാമ പൂജാരി ഥേ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ടായിരുന്നു, മന്ദിർ ക്ഷേത്രം, അമ്പലം. വഹാം അവിടെ ശങ്കർ നാരായൺ നാമക്ക്, ശങ്കർ നാരായണൻ എന്ന പേരായ പൂജാരി ഥേ, ഒരു പൂജാരി ഉണ്ടായിരുന്നു. വേ മേരി പസന്ത് ജാൻകർ, അദ്ദേഹം എൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട്, എനിക്ക് മധുരപലഹാരങ്ങളോട് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട്, അക്സർ ലഡ്ഡു പേടെ ബർഫി ആദി ഫേജ് ദേത്തി, എനിക്ക് മിക്കവാറും, അക്സർ മിക്കവാറും, ലഡ്ഡുവും പേടയും ബർഫിയും ഇതെല്ലാം മധുരപലഹാരങ്ങളാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഇതെല്ലാം ഫേജ് ദേത്തേഹെ, ആ കൊടുത്തയക്കുമായിരുന്നു. ആജ് ഫി ഉന്നോനെ 2 ലഡ്ഡു ഫേജ് ദിയേത്തെ, ഇന്നും അദ്ദേഹം 2 ലഡ്ഡു കൊടുത്തു വിട്ടു. മാംനെ ലഡ്ഡു ഏക് ഡിബ്ബേ മേ ഡാൽ ഫ്രിഡ്ജ് കെ ഊപ്പർ രഖ് ദിയ. അമ്മ ഈ ലഡ്ഡു ഒരു ഡിബ്ബ എന്ന് വെച്ചാൽ ഡപ്പിക്കകത്ത് ഡാൽ ഇട്ടിട്ട് ഫ്രിഡ്ജ് കെ ഊപ്പർ രഖ് ദിയ, ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചു. ഫിർ രസോയി ഘർ കാ ദർവാസ ബന്ദ് കർ ബാഹർ ആ ഗയി. പിന്നീട് രസോയി ഘർ അടുക്കളയുടെ ദർവാസ വാതിൽ ബന്ദ് കർ അടച്ചിട്ട് ബാഹർ ആ ഗയി പുറത്തേക്ക് പോയി. थोड़ी देर बाद जब लड्डू निकालने रसोई घर में गई तो देखा कि लड्डू डिब्बे सहित गायब थे. थोड़ी देर बाद, കുറച്ച് സമയത്തിന് ശേഷം, ലഡ്ഡു നികാൽനെ രസോയി ഘർ മേ ആയി തോ, ജബ് ലഡ്ഡു നികാൽനെ, എപ്പോഴാണോ ലഡ്ഡു പുറത്തെടുക്കാനായിട്ട് ആ രസോയി ഘർ മേ ജായി, ആ അടുക്കളയിൽ ചെന്ന്, തോ അപ്പോൾ, ദേഖാക്കി കണ്ടു. എന്താണ് കണ്ടത് എന്തെന്നാൽ, ലഡ്ഡു ഡിബേ സഹിത ഗായബതേ, ലഡ്ഡു ആ ഡപ്പയോടുകൂടി ഗായബതേ അപ്രത്യക്ഷമായി പോയി. സപ്നെ മിൽക്കർ മുച്ചേ ദോഷി ടഹരായ, എല്ലാവരും ചേർന്നിട്ട്, വീട്ടിലുള്ള എല്ലാവരും മിൽക്കർ ചേർന്നിട്ട്, മുച്ചേ ദോഷി ടഹരായ, എന്നെ കുറ്റവാളിയായിട്ട് ടഹരായ മുദ്രകുത്തി, ഞാനാണ് കുറ്റവാളിയെന്ന് എല്ലാവരും കൂടി ചേർന്നങ്ങ് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇസീനെ ലഡ്ഡു ഖായേ ഹെ, ഇസീനെ ഇവൻ തന്നെയാണ് ലഡ്ഡു ഖായേ ഹെ, ആ ലഡ്ഡു കഴിച്ചിരിക്കുന്നത്. ഇസെ കിസിക്ക് പർവാഹ് നഹി, ഇവൻ ആരെക്കുറിച്ചും ഒരു തോന്നലില്ല, ആരെക്കുറിച്ചും ഒരു ബോധമില്ല. ബാണ്ട് കർ ഖാന തോ മാനോ ഇസെ ആത്താ ഹി നഹി, ബാണ്ട് കർ ഖാന ഷെയർ ചെയ്ത് കഴിക്കുക, പങ്കുവെച്ച് കഴിക്കാൻ, മാനേ ഇസേ ജാത്താഹി നഹി, ഇവനൊന്നും തോന്നിയില്ലല്ലോ, ഇത് ഒറ്റയ്ക്കെടുത്ത് തിന്നു, അപ്പോൾ ഷെയർ ചെയ്ത് കഴിക്കണമെന്ന് പോലും ഇവനൊന്നും തോന്നിയില്ലല്ലോ. മേനെ കഹ, അപ്പം ഞാൻ പറഞ്ഞു, നഹി അമ്മ മീ ഖസം ഖാക്കർ कहता हूँ कि मैंने लड्डू नहीं लिए,
ഞാൻ പറഞ്ഞു, ഇല്ലമ്മ നഹി അമ്മ, മൈ കസം കാക്കർ കൗത്താകൂ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ ആണയിട്ട് പറയുന്നു, മേനെ ലഡു നഹീം ഖായേ, ഞാൻ ലഡു കഴിച്ചിട്ടില്ല. മേരി ബഹൻ ने भी मेरा साथ दिया, എൻ്റെ ആ സഹോദരിയും ബഹനും മേരെ സാത്ത് ദിയ, എന്നോടൊപ്പം കൂടി. അമ്മ ഭയ്യാത്തോ യഹീം ബൈഠ്കർ കാം കർ രഹേ ഥേ, അമ്മ അവൾ കൂടെ ചേർന്ന് പറഞ്ഞു, എൻ്റെ കൂടെ കൂടി പറഞ്ഞു, അമ്മ വഹ് ഭയ്യാത്തോ യഹീം ബൈഠ്കർ, എൻ്റെ ചേട്ടനാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് കാം കർ രഹേ ഥേ, ജോലി ചെയ്യുകയായിരുന്നു. അവനൊന്നും ചെയ്തിട്ടില്ല, അവ എടുത്തിട്ടില്ല. കാരണം എനിക്കറിയാം അമ്മ, അവൻ എൻ്റെ കൂടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ ഗുസ്സേ പോലി, ഇതൊന്നും കേൾക്കാൻ അമ്മ കൂട്ടാക്കില്ല. അമ്മ ഗുസ്സേ പോലി, ഇതാണോ ദേഷ്യത്തോട് പറഞ്ഞു, ഗുസ്സ ദേഷ്യം. തൂഫി ഉസ്കാ സാത്ത് ദേ രഹി ഹേ, നീയും അവൻ്റെ കൂടെ കൂടുകയാണോ? ക്യാ ഉസ്നെ തുച്ചേ ഫി ലഡു ഖിലായ ഹേ, എന്താ അവൻ നിനക്കും ലഡു തന്നോ കഴിക്കാനായിട്ട്? നിന്നെയും തീറ്റിച്ചോ? ഖിലാന തീറ്റിക്കുക എന്നർത്ഥം. നിനക്കും കഴിക്കാൻ തന്നോ? നിന്നെയും തീറ്റിച്ചോ? അങ്ങനെ ചോദിച്ചു അമ്മ. അവളെയും കൂടെ വഴക്ക് പറഞ്ഞു. അഗലേ ദിൻ, നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, അമ്മാനെ ചോർക്കോ രംഗേ ഹാത്തൂം പകടന ചാഹ. രംഗേ ഹാത്തൂം പകടന, കൈയോടെ പിടികൂടുക, തൊണ്ടി മുതലോടെ പിടികൂടുക. അത് ഫ്രേസാണ്, വാക്യത്തിൽ പ്രയോഗിക്കാനൊക്കെ ചോദിക്കാവുന്നതാണ്. സെൻറ്റൻസ് പഠിച്ചു വെക്കുക. അടുത്ത ദിവസം അമ്മ ചോറിനെ, കള്ളനെ കൈയോടെ പിടികൂടാൻ, തൊണ്ടി മുതലോടെ പിടികൂടാനായിട്ട് ചാഹ ആഗ്രഹിച്ചു. उन्होंने सोन पापड़ी का डिब्बा जानबूझकर फ्रिഡ്ജ് के ऊपर रख दिया. അവരെന്താ ചെയ്തത്? അമ്മ സോൻ പാപ്പടി കാ ഡിപ്പ, സോൻ പാപ്പടി അറിയാലോ, ഒരു മധുരമുള്ള പലഹാരമാണ്. അതിൻ്റെ ഡെപ്പ ജാൻ ബൂച്ച്കർ, അറിഞ്ഞുകൊണ്ട് തന്നെ, ഫ്രിഡ്ജ് കെ ഊപ്പർ രഖ് ദിയ, ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചു. ഇതെടുക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അത് മുകളിൽ കൊണ്ടുവച്ചു. मैं अपनी बहन के साथ अपने कमरे में बैठा कंप्यूटर पर गेम खेलने में मग्न था. ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു? നമ്മുടെ അങ്കിത് അപ്പനി ബഹൻ കെ സാത്ത്, ആ സിസ്റ്ററിനോടൊപ്പം, കമരേമേം ബൈഠ, മുറിയിലിരുന്നിട്ട്, കമ്പ്യൂട്ടർ പർ ഗെയിം ഖേൽനേമേം മഗ്നത, കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നതിൽ മുഴുകിയിരിക്കുക. മഗ്ന മീൻസ് ഇൻവോൾവ്, മുഴുകിയിരിക്കുകയായിരുന്നു. ഇത്തിനേമേ അമ്മക്ക് ആവാസ് സുനായി തി, ഇത്രയും ആയപ്പോഴത്തേനും അമ്മയുടെ ശബ്ദം കേട്ടു. ശൈത്താൻ തും ഫിർ സാരി മിഠായിയാ ഖാലി, ചെകുത്താൻ വന്നിരിക്കുന്നു, നീ പിന്നെയും സാരി മിഠായിയാ ഖാലി, ഇവിടെ ഇരുന്നത് ആ മധുരപലഹാരം എല്ലാം തിന്നു. അമ്മയോടെ കിടന്ന് ബഹളം വയ്ക്കുന്നു. മൈ ഹൈറാൻ ഥ, ഞാൻ സ്തബ്ധനായിപ്പോയി, അന്തം വിട്ടുപോയി. മൈനെ തോ മിഠായി ദേഖി ഫീ നഹീ ഥി, ഞാൻ ഈ മിഠായി കണ്ടതേയില്ല, സോൻ പാപ്പടിയൊന്നും ഞാൻ കണ്ടതേയില്ല. കേസേ ഖാ സക്താ ഥാ, കണ്ടതുകൂടിയില്ല, പിന്നെ എങ്ങനെ അത് കഴിക്കും? മൈനെ അമ്മാസെ ബാർ ബാർ കഹ, ഞാൻ അമ്മയോട് വീണ്ടും പറഞ്ഞു. അമ്മ മൈനെ മിഠായി നഹീം ഖായി, അമ്മ ഞാൻ മിഠായി കഴിച്ചില്ല. മുച്ചേത്തോ പദാഫി നഹി, എനിക്കറിയില്ല. ആപ്നെ മിഠായി ബനായി ഹേ, എന്താണ് എനിക്കറിയാം, എനിക്കറിയില്ല എന്തെന്നാൽ അമ്മ മിഠായി ഉണ്ടാക്കി, അമ്മ പലഹാരം ഉണ്ടാക്കി എന്നതുകൂടി ഞാൻ അറിഞ്ഞിട്ടില്ല. അമ്മ ബഹുത്ത് നാരാസ്തി, അമ്മ ഇതൊന്നും കേൾക്കുന്നില്ല. അമ്മ ബഹുത്ത് നാരാസ്തി, അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി. ഉന്നോനെ മേരി ബാത്ത് നഹി സുനി, അമ്മ എൻ്റെ വാക്കുകളൊന്നും കേട്ടില്ല. മുച്ചെ ബഹുത്ത് ജോർ സെ ഡാണ്ടത്തെ ഹുയേ ബോലി, എന്നെ വളരെ ഉറക്കെ, ഠാണ്ടിന വഴക്ക് പറയുക, വഴക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ? ചുപ്, മിണ്ടരുത്. ചുപ് മീൻസ് മിണ്ടാതിരിക്കുക. മെയിൻ ജാൻതി ഹൂം, എനിക്കറിയാം. തുമാരെ സിവായ് കോയി ഐസാ കാം നഹീം കർ സക്ത, നീ അല്ലാതെ മറ്റാരും ഐസാ കാം, ഇങ്ങനെയുള്ള ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നഹീം കർ സക്ത, ചെയ്യാൻ കഴിയും. നിനക്കല്ലാതെ ആർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. घर के नौकर भी അമ്മ की बात पर സഹമിത് പ്രകട करने लगे, വീട്ടിലെ ജോലിക്കാരൻ പോലും അമ്മയുടെ കാര്യത്തിൽ അമ്മ പറഞ്ഞ വാക്കുകൾ സഹമിത്, അനുകൂലിച്ചു. മുച്ചേ ബേഹദ് ഗുസ്സാരഹാഥ, എനിക്ക് തികച്ചും അങ്ങ് ദേഷ്യം വന്നു, തീർച്ചയായിട്ടും എനിക്കങ്ങ് ദേഷ്യം വന്നു. മീനി മിഠായി ഖായി നഹി, അങ്കിത് ഓർക്കുവാണോ, ഞാൻ മിഠായി കഴിച്ചില്ല. ഫിർഫി ബേവചക മുച്ചസേ
സബ് നാരാസ് ഹോ രഹേ ഹെ. എന്നാൽ തെറ്റായ രീതിയിൽ കൂടി ബേവജഹ്, എന്താ തെറ്റായ മാർഗത്തിലൂടെ, മുച്ചസെ എന്നോട് എന്നിൽ തന്നെ, സബ് നാരാസ് ഹോ രഹേ ഹെ എല്ലാവരും ദേഷ്യപ്പെടുന്നു, എല്ലാവരും എന്നെ തന്നെ കുറ്റവാളിയാക്കുന്നു, എന്നോട് ദേഷ്യപ്പെടുന്നു. അഗലി സുബഹ് പണ്ഡിത് ജീനെ ഫിർ സെ പ്രസാദ് ഫേജ. എല്ലാവരും ദേഷ്യപ്പെട്ടുകൊണ്ട് അവന് ദേഷ്യമായി. പക്ഷേ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, അഗലി സുബഹ് പിറ്റേ ദിവസം രാവിലെ, പണ്ഡിത് ജീനെ ഫിർ സെ പ്രസാദ് ഫേജ. പണ്ഡിറ്റ് ജി നമ്മുടെ ആരാണ്? ശങ്കർ നാരായണൻ വീണ്ടും ബിർസെ വീണ്ടും പ്രസാദ് ഫേജ പ്രസാദം കൊടുത്തു വിട്ടു. അമ്മനെ ഹം സബ്കോ തോടാ തോടാ ദിയ. അമ്മ എല്ലാവർക്കും തോടാ തോടാ കുറേശ്ശെ നൽകി. ഫിർ ബാക്കിക്കോ ഫ്രിഡ്ജ് കെ അന്തർ രഖ ദിയ. എന്നിട്ട് ബാക്കി എന്ത് ചെയ്തു? ഫ്രിഡ്ജിനകത്ത് രഖ ദിയ വച്ചു. മേനെ നിശ്ചയ കർ ലിയാക്കി ചോർക്കോ പകടൂങ്ക. ഞാൻ നിശ്ചയിച്ചു ഇതൊന്ന് കണ്ടുപിടിക്കണം. ചോർക്കോ പകടൂങ്ക, ഈ കള്ളനെ പിടികൂടണം എന്ന് ഞാൻ വിശ്വസിച്ചു. എന്താണ്? നിശ്ചയിച്ചു. വിശ്വസിച്ചു അല്ല, നിശ്ചയിച്ചു. മെയിനെ നിശ്ചയ കർ ലിയാക്കി ചോർക്കോ പകടൂങ്ക. അങ്ങനെ അങ്കിത് ഇപ്രാവശ്യം ആ കള്ളനെ പിടികൂടുമെന്ന് ഭയങ്കര ദൃഢനിശ്ചയമെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈ ഭാഗത്തിൽ ഞാൻ നിർത്തുകയാണ്. ബാക്കി ഭാഗം നമ്മൾ അടുത്ത എപ്പിസോഡിലായിട്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതുവരേക്കും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതോടൊപ്പം തന്നെ അടുത്തതിൻ്റെ ബാക്കി ഭാഗവും ഞാൻ ഇടുന്നതാണ്.